അവരൊരു അറിയപ്പെട്ട ഫെമിനിസ്റ്റ് ആയിരുന്നു. അല്ല, ലൈക്ക് പേർപ്പസ് ഓർ ലൈക്ക് പ്രൊഫഷണലുള്ള ഈ പറയുന്ന പോലെ അല്ല, താങ്കൾ അവർ അറിയാനുള്ള പ്രധാന കാരണം ഫെമിനിസ്റ്റ് ആക്ടിവിറ്റീസ് ആണോ എന്നാണ്, അല്ലെങ്കിൽ റാദർ വുമനിസ്റ്റ് ആക്ടിവിറ്റീസ് ആണോ എന്നാണ്. അല്ല, നോ. ഞാൻ ഈ പറഞ്ഞ നേരത്തെ പ്രൊഫഷണൽ ആയിട്ടൊന്നൊരു ലിസ്റ്റ് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാണ്. ഉറപ്പായിട്ടും അതിൽ മോഡലിംഗ് ആണോ, ഡിസൈനിങ്ങോ മോഡലിംഗോ ആണോ? അല്ല, എനിക്ക് കലയുമായിട്ട്, അതായത് ഈ പറയുന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്ന മേഖല അത് തന്നെയാണ്. സിനിമയുമായി കണക്റ്റഡ് ആണ് ഉറപ്പായിട്ടും. ഞാനതാ ഒരുപാട് ചെകളിലായി കഴിഞ്ഞാൽ അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ കല തന്നെയാണ്. ഉറപ്പായിട്ടും, പിന്നെ തീർച്ചയായിട്ടും. ഒരു ആക്ട്രസ് ആയിരുന്നു അവർ? അല്ല, ഒരു ആക്ട്രസ് ആണെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ കല എന്ന് പറഞ്ഞേനെ. സിനിമയുമായി കണക്ട് ചെയ്ത ഹംഗറിക്കാരി എന്ന് പറയുമ്പോൾ സിനിമ 1950 മുമ്പ് മരിച്ച സിനിമയിൽ 1950 മുമ്പ് മരിച്ച സിനിമയിലോ? ഒരു ചോദ്യമേ ഉള്ളൂ. കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു? അല്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം പറഞ്ഞത് താങ്കൾ വിജയിക്കണമെന്ന് തന്നെയാണ്, അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള വിജയം അല്ല, ഇങ്ങനെയുള്ള വിജയം എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എനിക്ക് സങ്കടം വരും തോറ്റുപോയാൽ. എപ്പോഴാണെന്നറിയോ, എനിക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്ന ഒരു പേര് എൻ്റെ എന്താ പറയുക ചിന്തയുടെ ഒരു മറവി അല്ലെങ്കിൽ ട്രാക്ക് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയാൽ വിഷമം തോന്നുന്നു. പക്ഷെ ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് അറിയാത്തൊരു പേര് തന്നെ ആകണം. നേട്ടം എനിക്കൊരു പുതിയ അറിവ് കിട്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെ കരുതുന്നത്. ഞാൻ തോന്നുന്നത് എനിക്ക് അറിയാത്തതാണ്. ഫ്രീഡ ക്ലൂക്ക് ഹംഗേറിയൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് ഇവരാണ്. ആൻഡ് ഇറ്റ്സ് നെയിം വാസ് ബയോസ്കോപ്പ്. ഇവർ 23-ാമത്തെ വയസ്സിലാണ് വരുന്നത്, അൺമാരീഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുവിൽ ടെറിസ്റ്റ് വിത്ത് ദ സെല്ലുലോയിഡ് മാജിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ഹ്യൂക്സ്, ആന്ത്രോപോളജിസ്റ്റാണ്, സാറിന് അറിയായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു 2010 ഹിന്ദുവിൽ. അതെ. അപ്പോൾ അതിൽ ചർച്ച ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിയേറ്റർ 1907 കൊൽക്കത്തയിൽ തുടങ്ങിയിരിക്കുന്ന ഫിലിം സ്റ്റോൺ, ദെൻ ചാപ്ലിൻ സിനിമാസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിൽ മദ്രാസിലെ ഇലക്ട്രിക് തിയേറ്ററാണ് ആദ്യമായിട്ട് പറയപ്പെടുന്നതെങ്കിലും പക്ഷേ അതിന് മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു വനിതയായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ ഹിസ്റ്ററിയിൽ പുള്ളിക്കാരത്തിനെക്കുറിച്ചുള്ള ഡേറ്റ അന്വേഷിക്കുമ്പോൾ സ്റ്റീഫൻ ഹ്യൂക്സിന് കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ അത് പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് വി കുഡിൻ ഗെറ്റ് എനിത്തിങ് മോർ, അല്ലെങ്കിൽ മോർ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. 23-ാമത്തെ വയസ്സിൽ അവരിവിടെ വന്ന് 6 മാസത്തോളം ഫസ്റ്റ് പെർമനൻറ്റ് തിയേറ്റർ മദ്രാസിൽ ഈ പറയുന്ന പോലെ നമ്പർ 16 ബ്രോഡ്വേയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് നെയിം വാസ് ബയോസ്കോപ്പ് എന്നാണ്. ഇപ്പോഴും ഉണ്ട് ആ ബിൽഡിംഗ്. അത് ഏതോ ക്ലബ്ബായിട്ട് ഇപ്പോൾ നടത്തി പോവുകയാണ്. പക്ഷേ ഗവൺമെൻറ്റോ ഒരു 1911 അവരിവിടെ വന്നിരിക്കുന്നത്. 1911 ഏപ്രിൽ തൊട്ട് 1911 ഒക്ടോബർ, ഐ തിങ്ക്. ആ ഒരു 6 മാസക്കാലം പെർമനൻ്റ് ആയിട്ട്. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ എല്ലാം നമ്മൾ സംസാരിക്കുമെങ്കിലും ടേക്കിംഗ് ദ ഫിലിം ടു മാസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഭയങ്കര ലബോറിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ആ സമയത്താണ് 23-ാമത്തെ വയസ്സിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഷീ ഹാഡ് സം സോർട്ട് ഓഫ് വെരി പബ്ലിക് റിലേഷൻ സ്കിൽസ്, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ ഭയങ്കര നല്ല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു. സോ പക്ഷേ 38-ാമത്തെ വയസ്സിൽ ലുക്കീമിയ കാരണം മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പേർക്സ് ഒന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. 1950 അതെ 1950s മുമ്പ് മരിച്ചുപോയ സിനിമയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇവിടെ 19 ആലമാരയൊക്കെ വരുന്നത് 13 മാത്രമാണ്. അതെ, ഇറ്റലിയിലായിരുന്നു അവർ കൈൻഡ് ഓഫ് സെറ്റിൽഡ്. അവരുടെ ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് മിസ്സിസ് ക്ലൂഗ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഷൂൾസ് എന്ന് പറയുന്ന ആളെയാണ് വിവാഹം കഴിച്ചത്, അവരുടെ അതേ കമ്പനി തന്നെയുള്ള. അങ്ങനെ അമേരിക്കയിലുള്ള മൂവി പിക്ചർ മാഗസിൻ അവരെ ദ പയനിയർ ഓഫ് ദ വുമൺ ഹു റൂൾഡ് അമേരിക്കൻ മോഷൻ പിക്ചേഴ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ഇന്ത്യയിൽ 6 മാസം നമ്മൾ മദ്രാസിൽ അവർ തുടങ്ങിയപ്പോൾ പേര് ബ്രോഡ്വേ ബയോസ്കോപ്പ് എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ദ ബയോസ്കോപ്പ് എന്നാണ് ആ തിയേറ്ററിൻ്റെ പേരുണ്ടായിരുന്നത്. അത് പിന്നീട് ഈ പറഞ്ഞ ഗുസ്താവോ ലംബാർഡോ ഒക്കെ ഉണ്ടായിരുന്ന ഇറ്റലിയിൽ ചെന്ന സമയത്ത് ഇവരുമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അവർ നിർത്തേണ്ടതൊക്കെ ആയിട്ട് വന്നു. ഫ്രീഡ ക്ലൂക്ക് ഷൂൾസ് എന്നാണ് പേര്. ഷൂൾസ് എന്നുള്ള ഹസ്ബൻഡിന്റെ പേര് FRIEDA KLUG. ഫ്രീഡ ക്ലൂക്ക് ഷൂൾസ് എന്നുള്ള ഹസ്ബൻഡിന്റെ പേരാണ്. Thank you very much. Thank you so much, sir. Frida Klug. Yeah. Frida Klug,
ഇറ്റാലിയൻ ബിസിനസ് വുമൺ, ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മിലാനോ ഫിലിംസ് നിർമ്മിച്ച ഡാന്റെയുടെ ഇൻഫെർണോ പോലുള്ള സിനിമകൾ മറ്റു രാജ്യങ്ങളിൽ പ്രദർശനത്തിനെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇറ്റാലിയൻ ചിത്രങ്ങൾക്ക് ആഗോള വിപണി ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി 1911 മദ്രാസിൽ ദക്ഷിണ ഭാരതത്തിലെ ആദ്യ സിനിമാ തിയേറ്റർ സ്ഥാപിച്ചു.